പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ സമർപ്പിതരായ സഹോദരിമാർ കത്തോലിക്ക സഭയുടെ വലിയ ഒരു ശക്തിയാണ്. നമുക്ക് ഈ ഭാരതത്തിൽ തന്നെ 1,00,000-ലേറെ സിസ്റ്റേഴ്സാണ്. അപ്പോൾ ഈ സിസ്റ്റേഴ്സ് ഇല്ലാത്ത ഒരു ഇന്ത്യയിലെ സഭയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. സഭയുടെ എല്ലാ തലങ്ങളിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന സമർപ്പിതരാണ് നമ്മുടെ സഹോദരിമാർ. അവർ കർത്താവിനാണ് തങ്ങളുടെ സമർപ്പണം, സഭയിലാണ് അവരുടെ സങ്കേതം. അതുകൊണ്ടാണ് സഭയിൽ ഏത് സ്ഥലത്തും ഒരു ശുശ്രൂഷാവേദി തുറന്നു കിട്ടിയാണ് ഓടിയത്. നമ്മുടെ ബഹുമാനപ്പെട്ട വിസിറ്റേഷൻ സിസ്റ്റേഴ്സ് ക്രൂശിതനായ കർത്താവിൽ നിന്നാണ് ശക്തി സംഭവിക്കുന്നത്. എന്തിന്? പാവപ്പെട്ടവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ, സ്കൂൾ കുട്ടികളെ അഭ്യസിപ്പിക്കുവാൻ ഒക്കെ ആയിട്ട്. അങ്ങനെ സഭയിൽ നിറഞ്ഞു നിൽക്കുന്ന ശുശ്രൂഷകരാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്. അത് നമുക്ക് നന്ദിയോടെ സ്മരിക്കാൻ ഈ സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് വിസിറ്റേഷൻ സിസ്റ്റേഴ്സ് ചെയ്യുന്ന സേവനങ്ങളുടെ പേര്. നമ്മുടെ സിസ്റ്റേഴ്സ് നമുക്കറിയാം, ഞാൻ സൂചിപ്പിച്ചതുപോലെ കർത്താവിന് വേണ്ടി തങ്ങളുടെ ജീവിതം മുഴുവൻ വിനിയോഗിക്കുന്നു. സഭയിൽ അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. സഭയുടെ സമൂഹത്തിലേക്ക് ഇവർ വ്യാപിക്കുന്നു. അത് തന്നെയാണ് ഇവരുടെ മോട്ടോയിൽ. അപ്പോൾ അങ്ങനെയുള്ള ഈ സിസ്റ്റേഴ്സ് ദൈനംദിന ജീവിതത്തിലും വളരെയേറെ സാക്ഷ്യം വഹിക്കുന്നവർ. എനിക്ക് ധാരാളം ഉദാഹരണങ്ങൾ ഈ സിസ്റ്റേഴ്സിൻ്റെ ജീവിതത്തിൽ. പക്ഷേ ഫലിതം നിറഞ്ഞ രണ്ടെണ്ണം പറയാം. ഒന്ന്, ഞാൻ ഒരിക്കൽ റോമിൽ ഒരു സിസ്റ്റേഴ്സിൻ്റെ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ചാൾസ് ഡി ഫുക്കോ, ആ സിസ്റ്റേഴ്സിൻ്റെ ഒരു കോൺവെൻഷൻ ചെന്ന സന്ദർഭത്തിൽ ഒരു സിസ്റ്റർ വളരെയേറെ സ്നേഹത്തോടെ ഇറങ്ങി വന്ന് എന്നെ സ്വീകരിച്ച സന്ദർഭത്തിൽ ഞാൻ വെറുതെ ഒരു തമാശയായിട്ട് ഞാൻ ചോദിച്ചു, "Are you the Mother General?" And then sister said, "Oh, I am only a poor sister who is doing the reception." I said, "You are not very poor. You are rich in mercy and love. So you are the general of love." So we had a communication like that. Sisters do in a convent or in a congregation, each one in his own role, a wonderful service for the church and for the congregation. They build up the community, build up the church, and build up the society. We know how they were treating from this video presentation, how they treat the poor, the aged, and so on. So they are the society. They are the builders of the nation. They are builders of the country. We forget that. We think that they are only spiritual persons in a convent without knowing that, without revealing their life to others. No, they are really active in the building of the society or the church with their commitment to Christ. ആ ഒരു തലത്തിൽ എന്നോട് സിസ്റ്റേഴ്സിനെ കാണുവാൻ സാധിക്കും. ഇവരിൽ വളരെയേറെ കഴിവുകളുള്ള സിസ്റ്റേഴ്സാണ്. മെത്രാന്മാരെ കുറിച്ച് പത്രോസ് പറയുന്ന സന്ദർഭത്തിൽ ഒരു മെത്രാൻ should be a very receptive person എന്ന് പറയുന്നു. He should be very clever in receiving others. ഹോസ്പിറ്റാലിറ്റി ഉള്ള ആളായിട്ടുണ്ടെന്ന് പറയുന്നു. അതിഥി സൽക്കാരത്തിൽ മുന്നിൽ നിൽക്കണമെന്ന് പറയുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ സഭയിലും സമൂഹത്തിൽ അതിഥി സൽക്കാരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്. ഞാനൊരിക്കൽ അമേരിക്കയിൽ പോയ സന്ദർഭത്തിൽ തക്കലയിൽ അതുപോലെ ബിഷപ്പായിരുന്നപ്പോഴാണ് ഞാൻ സഹായിക്കായിട്ട് പോകുന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ പിതാക്കന്മാർക്ക് അമേരിക്കയിൽ പോകുന്നത് ഉദ്ദേശിച്ച അനുമതിക്ക് വേണ്ടി, അവർക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ പോയ ഒരു സന്ദർഭത്തിൽ പാലാക്കാരൻ അച്ഛനെ കാറിൽ കൊണ്ടുപോകുക. രാവിലെ ഇറങ്ങിയപ്പോൾ അച്ഛൻ ഓരോരോ സ്ഥലങ്ങളിൽ ഉച്ചഭക്ഷണത്തിലൂടെ 4 മണിക്കാപ്പിലൂടെ എന്നൊക്കെ പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 മണിക്കാപ്പിൽ ഗവൺമെൻറ് പറഞ്ഞത് 4 മണിക്കാണ്. അപ്പോൾ 4 മണിക്ക് ഞങ്ങളവിടെ ചെല്ലുകയില്ല. 5 മണിയാകുമ്പോൾ വിളിച്ച് പറഞ്ഞു, 1 മണിക്കൂർ താമസിക്കുമെന്ന് പറഞ്ഞു. 6 മണിക്ക് വിളിച്ച് പറഞ്ഞു, 7 മണിക്ക് വിളിച്ച് പറഞ്ഞു. അവസാനം 7:30 ആയപ്പോൾ അച്ഛരുന്നത് 3 പ്രാവശ്യം വിളിച്ച് പറഞ്ഞ് ഞാൻ കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വളരെ നല്ല ഒരു കാപ്പി സൽക്കാരം ഞങ്ങൾക്ക് ഒരുക്കിയിരുന്നു. ആ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, "ഇത് വളരെ നല്ല ചായയാണല്ലോ" എന്ന്. അപ്പോൾ സിസ്റ്റർ പറയുക, "എങ്ങനെ നന്നാകാതിരിക്കുന്നതാവേ, 3 പ്രാവശ്യം തിളപ്പിച്ചതാണ്. ഓരോ പ്രാവശ്യം പാടുകൂടി കേൾക്കുമ്പം മകളുടെ തടുപ്പരും അങ്ങനെ 3 പ്രാവശ്യം തിളപ്പിച്ച് ചായ കുടിക്കും." പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ആ സിസ്റ്റർ അതിഗംഭീര
വിധിയായ ഒരു മകളാണ്. ആ പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ വളരെയേറെ വിശിഷ്ട വ്യക്തികൾ നമ്മുടെ കോൺഗ്രിഗേഷൻസിലൊക്കെ ഉണ്ട്. പ്രിൻസിപ്പൽസായിട്ട്, ഡോക്ടേഴ്സായിട്ട്, സോഷ്യൽ വർക്കേഴ്സായിട്ട്, കോളേജ് പ്രൊഫസേഴ്സായിട്ട്, ഇനിയും സാധാരണ രോഗികളെ ശുശ്രൂഷിക്കുന്നവരായിട്ട്, പാവപ്പെട്ടവരെ പിടിച്ചുയർത്തുന്നത്, എല്ലാ തലങ്ങളിലും വിശിഷ്ട വ്യക്തിത്വങ്ങളാണ് നമ്മുടെ സിസ്റ്റേഴ്സ്. അതുകൊണ്ട് നമ്മുടെ സിസ്റ്റേഴ്സിനെ കുറിച്ച് സഭയിൽ എല്ലാവരും അഭിമാനപുളകിതരാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആ സിസ്റ്റേഴ്സിൻ്റെ സേവനത്തിന് നമ്മൾ കഴിവുള്ള എല്ലായിടത്തും നമ്മൾ സകല പിന്തുണയും കൊടുക്കണം. അവരെ ആദരിക്കണം, ബഹുമാനം